നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 23-കാരനായ യുവാവ് മരിച്ചു. 7 പേരെ അധികൃതർ രക്ഷപ്പെടുത്തി. ഇന്നലെ സമാഹീജിലെ ഒരു വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. 23-കാരനെ ഉൾപ്പെടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന 8 പേരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴിയാണ് യുവാവ് മരിച്ചത്. ദോഹ. ഖത്തറിന് മേലെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത പ്രതിരോധ സംവിധാനം പ്രവർത്തന സജ്ജമാക്കാനൊരുക്കി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ. ഇന്നലെ ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രായോഗിക ഫലമായി കണക്കാക്കപ്പെടുന്നത് സംയുക്ത പ്രതിരോധ സംവിധാനം പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾക്കെതിരെ സംരക്ഷണം ഉറപ്പാക്കാൻ ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ GCC രാജ്യങ്ങൾ ചേർന്നാണ് സംയുക്ത പ്രതിരോധ സംവിധാനം നടപ്പാക്കുന്നത്. സൗദിയിലെ ഒറ്റത്തവണ പ്രവേശന അനുമതി മാത്രമുള്ള സന്ദർശക വിസയിലെത്തിയവർക്ക് ആശ്വാസം. കാലാവധി തീരാറായവരിൽ പുതുക്കാൻ അപേക്ഷിച്ചവർക്ക് വീണ്ടും 3 മാസത്തേക്ക് കൂടി പുതുക്കി നൽകി തുടങ്ങി. ഇത്തരം സന്ദർശക വിസയിലെത്തി സൗദിയിൽ 3 മാസമായി തുടരുന്നവർക്കാണ് അടുത്ത 90 ദിവസത്തേക്ക് കൂടി കാലാവധി നീട്ടി ലഭിച്ചു തുടങ്ങിയത്. സിംഗിൾ എൻട്രി സന്ദർശക വിസയിലെത്തുന്നവർക്ക് പരമാവധി 9 മാസം വരെയാണ് ഇത്തരത്തിൽ പുതുക്കി സൗദിയിൽ തുടരാൻ അനുവദിക്കുന്നത്. ദുബായ്. സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുയരുന്ന ഇക്കാലത്ത് വിദേശത്ത് നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി എത്തുന്ന സാധാരണ പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്ന വലിയ നികുതി ഭാരവും മാനസിക സംഘർഷവും വീണ്ടും ചർച്ചയാവുകയാണ്. പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി കൊണ്ടുവരുന്ന ആഭരണങ്ങളടക്കം കാലഹരണപ്പെട്ട കസ്റ്റംസ് നിയമത്തിന്റെ കണ്ണിൽ വലിയ നികുതി അടക്കേണ്ടി വരുന്ന സ്വർണ്ണനിധികളാണ്. 2016-ൽ സ്വർണ്ണവില കുറവായിരുന്ന കാലത്ത് രൂപപ്പെടുത്തിയ നിയമം ഇന്നത്തെ സാഹചര്യത്തിൽ കാലോചിതമല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൽ അടിയന്തര പരിഷ്കരണം വേണമെന്നാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.